പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജനുവരി മാസം 24 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപാലിച്ചില്ലേ? കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ പിതാവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഉറക്കെ പറഞ്ഞാൽ യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഈ പകൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട്, ആമേൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അങ്ങ് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് തന്ന പദവിക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവൻ അങ്ങാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ചെങ്കടൽ പിളർന്ന് വഴി തുറന്നു കൊടുത്ത കർത്താവാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന വഴികളെല്ലാം തുറക്കപ്പെടട്ടെ. ആമേൻ. ശത്രു തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അടച്ചു വെച്ചിരിക്കുന്നത്, ആമേൻ, തൻ്റെ മക്കൾക്ക് മുൻപോട്ട് പോകാൻ മാർഗമില്ലാതെ, ആമേൻ, വഴി തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓപ്പണാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓപ്പണാകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾക്കായി വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ. അതുപോലെ കർത്താവേ, രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് പറഞ്ഞ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അങ്ങ് ഞങ്ങളുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. ആമേൻ, ആമേൻ. യേശുവ, അങ്ങ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങ് അടുക്കൽ വരുന്ന രോഗികളെ, പക്ഷവാതക്കാരനെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു. അങ്ങ് സൗഖ്യമാക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തിയല്ലോ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സകല രോഗികളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. എല്ലാ രോഗത്തിൻ്റെ അസ്വസ്ഥതകളും തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ നിരന്തരമായി ഫിറ്റ്സ് വരുന്ന അനുഭവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റ് വിട്ടുപോകട്ടെ. അലർജിയുടെ സ്പിരിറ്റ് വിട്ടുപോകട്ടെ. ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ആമേൻ. ഹൃദയത്തിൻ്റെ പമ്പിങ് നോർമലാകട്ടെ. ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ നോർമലാകട്ടെ. ദൈവികാത്ഭുതങ്ങൾ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനവും ദൈവിക പരിജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് 10th 12th ഗ്രേഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. അങ്ങയുടെ ബുദ്ധി അവർക്ക് കൊടുത്തവരെ സഹായിക്കണമേ. ആമേൻ. അങ്ങയുടെ ശുഷ്കാന്തി കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകുന്ന വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം യേശുവിൻ നാമത്തിൽ തക്ക സമയത്ത് നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനുള്ള വഴികൾ തുറന്നു വരട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സമാധാനവും വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. കർത്താവ് ചെയ്ത പ്രവൃത്തികൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഇനി നമുക്ക് തിങ്കളാഴ്ചയാണ് നമ്മുടെ മീറ്റിംഗ്. പ്രാർത്ഥിക്കുക. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. യോനായുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോനായുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം യോനായുടെ കഥ. യോന പ്രവാചകൻ നിനവ പട്ടണത്തിൽ, അതിന് മുമ്പിലത്തെ കഥ പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പം നിനവ പട്ടണത്തിൽ ചെല്ലുന്നു.
അപ്പം യോനയ്ക്ക് ഉണ്ടായ അരുളപ്പാടനുസരിച്ച് യോന എന്ത് ചെയ്തു? നിനവയിൽ ചെന്നിട്ട് ആ നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യോന ഒരു പ്രസംഗം പ്രസംഗിച്ചു. യോന പറഞ്ഞു, ദൈവം എന്നോട് അരുളി ചെയ്യുന്നു, ഈ ദേശത്ത് ഒരു 40 ദിവസങ്ങൾക്ക് ശേഷം വലിയ ഉന്മൂലനാശം വരാൻ പോവുക. പക്ഷേ ഇത് കേട്ടപ്പോൾ ആ ജനം മിണ്ടാതിരുന്നില്ല. അവർ യോനായെ കല്ലെറിയാൻ നോക്കിയില്ല, യോനായ്ക്കെതിരെ ദ്രോഹം ചെയ്യാൻ ശ്രമിച്ചില്ല. അവർ എന്തു ചെയ്തു? അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുകൊടുത്തു. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ആ ദേശം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. രാജവസ്ത്രം നീക്കി വെച്ച് രാജാവും രട്ടു പുതച്ചു വെണ്ണൂരിലിരുന്നു. അവിടുത്തെ രാജാവ് പ്രഖ്യാപിച്ചു, നിനവയിൽ ആരും തന്നെ ഉപവസിക്കാതിരിക്കാൻ പറ്റത്തില്ല, എല്ലാവരും ഉപവസിക്കാൻ കൽപ്പിച്ചു. 9-ാമത്തെ വാക്യം പറഞ്ഞു, ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും എന്ന് അവർ വിശ്വസിച്ചു. 10-ാമത്തെ വാക്യം പറയുന്നു, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളിൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. യോന, നമ്മുടെ ടോപ്പിക്ക് ഇതല്ല. യോന പറയുന്നു, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യോന പറഞ്ഞു, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം നമുക്കിവിടെ മനസ്സിലായൊരു കാര്യമുണ്ട്. യോന പ്രവചിച്ചു, നിനവേക്കാർ വിശ്വസിച്ചു, അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു, അല്ലെങ്കിൽ ദൈവം അവരോട് മനസ്സലിവ് കാണിച്ചു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ, മക്കളെ, മടങ്ങി വരിക ദൈവസന്നിധിയിലേക്ക്. എവിടെ നിൻ്റെ പഴയ സ്നേഹം, ആദ്യ സ്നേഹം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബമായി കർത്താവിലേക്ക് മടങ്ങി വരണം, പ്രാർത്ഥനയിൽ മടങ്ങി വരണം, ദൈവവചന ധ്യാനത്തിൽ മടങ്ങി വരണം, ആരാധനയിൽ മടങ്ങി വരണം. പിന്മാറിപ്പോകരുത്. ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയുമുള്ള ദൈവമാണ്. ഈ ദിവസങ്ങളിൽ മടങ്ങി വന്നാൽ അവൻ സ്വീകരിക്കുവാൻ തയ്യാറാണ്. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഇറങ്ങിയ കാലത്തുണ്ടായിരുന്ന ആ സന്തോഷവും വിശ്വാസത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴുള്ള പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, മടങ്ങി വരിക കർത്താവിലേക്ക്. വീണ്ടും മുട്ടുകളെ മടക്കുക, വീണ്ടും ഉപവാസം പ്രഖ്യാപിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, പാട്ടുപാടുക, ദൈവവചനം ധ്യാനിക്കുക, പഴയതിലും ശക്തമായി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ പ്രഭാതി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പലരും ബൈബിൾ വായിക്കാറില്ല, പലരും പ്രാർത്ഥിക്കാറില്ല. ഒരുപക്ഷെ രാവിലെ ഒരു പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടെന്നിരിക്കും, ഒരുപക്ഷെ ആരാധനയ്ക്ക് പോയെന്നിരിക്കും. എന്നാൽ സ്വന്തമായ പ്രാർത്ഥനയില്ല, ദൈവവചന ധ്യാനമില്ല, ആരാധനയില്ല. അങ്ങനൊരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, മടങ്ങി വരിക, വീണ്ടും മടങ്ങി വരിക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, നിങ്ങളുടെ പ്രാർത്ഥനാ പായിലേക്ക് മടങ്ങി വരിക, കാലുകളെ മടക്കുക, മുട്ടുകളെ മടക്കുക, കർത്തൃസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം വിളിച്ചു പറയുക. നിങ്ങളുടെ ജീവിതം വീണ്ടും അത്ഭുതമാകും. നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വന്നാൽ കർത്താവ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ പലരും നമ്മൾ ഒത്തിരി ബിസി ആയിപ്പോയി. അതുകൊണ്ട് പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒന്നും നമുക്ക് സമയമില്ല. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട്. അതുമാത്രം പോരാ, ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് മടങ്ങി വന്ന് തീക്ഷ്ണതയോടെ ദൈവകാര്യത്തിൽ ഇടപെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഈ അന്ത്യകാലമാകുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഈ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഭയങ്കര തിരക്കാണ്. എല്ലാവരും അങ്ങ് തിരക്കാകും, എല്ലാവരും സ്വസ്നേഹികളാകും. അപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ മടങ്ങി വരാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. കർത്താവിലേക്ക് മടങ്ങി വരിക, പ്രാർത്ഥനയിൽ മടങ്ങി വരിക, വചനധ്യാനത്തിൽ മടങ്ങി വരിക, ആരാധനയിൽ മടങ്ങി വരിക, കുടുംബ പ്രാർത്ഥന വീണ്ടും സജീവമാക്കുക. പേരിനുള്ള കുടുംബ പ്രാർത്ഥനയല്ല, അല്പസമയം ഇരുന്ന് എല്ലാവരോടും ഒരു കുടുംബ പ്രാർത്ഥനയില്ല, അതിനപ്പുറത്ത് ആത്മാവിൽ എരിവോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം കേട്ടോ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനൊരു മടങ്ങി വരവിനുള്ള ആഹ്വാനം ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. നിങ്ങളുടെ വീട് പ്രാർത്ഥന മുറി പെന്തക്കോസ്താനിലെ മാളിക മുറി പോലെ ആകണം. കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയണം. അല്ലാതെ പേരിനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുന്നവരായി മാറാതെ ആത്മാവിൻ്റെ തീ കത്തണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത്. നിങ്ങളുടെ വീടിനകത്ത് ആത്മശക്തി വ്യാപരിക്കണം. ദൈവത്തിൻ്റെ നിറവ് നിങ്ങൾ അനുഭവിക്കണം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് വീണ്ടും മടങ്ങി വരുവാൻ
ദാവീദ് പറഞ്ഞ് എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. ദൈവവചനം ധ്യാനിക്കുമ്പോൾ അകത്ത് തീ പിടിക്കണം. അതുപോലെ ദൈവവചനം ധ്യാനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഈ ദിവസങ്ങൾ അങ്ങനെ ഒരു മടങ്ങി വരവ് സഭയ്ക്കുണ്ടാകട്ടെ, കുടുംബങ്ങൾക്കുണ്ടാകട്ടെ, ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. ഒരു ഉണർവുണ്ടാകട്ടെ, വ്യക്തിപരമായ ഉണർവ്, കുടുംബത്തിനകത്ത് ഉണർവ്, വ്യക്തിപരമായ ഉണർവ്, കുടുംബത്തിനകത്ത് ഉണർവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അതിനെ ഇടവരുത്തുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. കരങ്ങൾ ഉയർത്തി പറ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.